എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു മോൺസ്റ്റർ അവനാണെങ്കിൽ ജിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നിന്റെ വർഗത്തിന്റെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സയാൻ വംശത്തിന് നീ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. എന്റെ അൾട്ടിമേറ്റ് പവറിലേക്ക് പോവാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ എന്റെ ഫുൾ പവറുമായിട്ട് നിനക്ക് ഏറ്റുമുട്ടാം. അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ എന്നെ തോൽപ്പിക്കാം. പിന്നീട് നീ തന്നെയാണ് മികച്ച പോരാളിയെന്ന് ഈ ലോകം തന്നെ വിധി എഴുതും. നീ അതിനെന്നെ അനുവദിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വംശത്തിന് നീ ഒരു അപമാനമായി തീരും. വജീറ്റി ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് ഇപ്പോൾ അവനോട് പറയും, എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഒരവസരം തരാൻ തീരുമാനിച്ചു. അത് കേട്ട് ഇപ്പോ സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ഷോക്കാവും. അയ്യോ വേണ്ട വേണ്ട പപ്പ, ഒരു കാരണവശാലും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് പാടില്ല. ഇവിടെ നമ്പർ 18 ആണെങ്കിൽ ഇപ്പോ മൊട്ടപ്പനെയും അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡിവൈസും ശ്രദ്ധിക്കും. മൊട്ടപ്പനാണെങ്കിൽ അവളോട് പറയും, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുൽമ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്, പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല. ഐ എം സോറി ബുൽമ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഡിവൈസ് ചവിട്ടി പൊട്ടിക്കുകയാണ്. ശേഷം അവളോട് പറയും, 18 എത്രയും വേഗം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവൻ നിന്നെ അബ്സോർബ് ചെയ്യുന്നതിന് മുൻപ് നീ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറിയേ പറ്റൂ. അതിനവൾ പറയും, നിനക്ക് വേണമായിരുന്നുവെങ്കിൽ ആ സ്വിച്ച് ഉപയോഗിച്ച് എന്നെ ഷട്ട് ഡൗൺ ചെയ്യാമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അതിന് മൊട്ടപ്പനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ ആ മോൺസ്റ്റർ ലോട്ടറി അടിച്ച സന്തോഷത്തിൽ പതിയെ മുകളിലേക്ക് പറന്നു വരും. അടുത്ത നിമിഷം സൂപ്പർ ഹീറോ പയ്യൻ അവൻ ആ മോൺസ്റ്ററിനെ തടയും. മര്യാദയ്ക്ക് മുൻപിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. എനിക്ക് എത്രയും വേഗം 18 കണ്ടെത്തി എന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോകണം. അതിന് സൂപ്പർ ഹീറോ പയ്യൻ പറയും, എന്റെ അച്ഛൻ ഒരു പക്ഷേ നിന്നെ അതിന് അനുവദിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ അതിന് അനുവദിക്കില്ല. ഇവിടെ വജീറ്റി ആണെങ്കിൽ വിളിച്ചു പറയും, സൂപ്പർ ഹീറോ പയ്യൻ മാറി നിൽക്ക്, ഒരു കാരണവശാലും നീ ഇതിൽ ഇടപെടാൻ പാടില്ല. മോൺസ്റ്റർ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷെ അവനാണെങ്കിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരികയാണ്. അതിനുശേഷം ആ മോൺസ്റ്ററിനോട് പറയും, എനിക്കും എൻ്റെ അച്ഛനും ഈക്വൽ പവർ തന്നെയാണ്, ഞാൻ നിന്നെ ആ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോകാൻ അനുവദിക്കില്ല. മോൺസ്റ്റർ ആണെങ്കിൽ ചുറ്റും നോക്കും, അവൻ കാണും ദൂരത്തായിട്ട് 18നെയും 16നെയും. ഓ നോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അവിടെ അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണല്ലേ. തീർച്ചയായിട്ടും അവളെ ഞാൻ പിടിക്കും. അവളെന്റെ വിരൽത്തുമ്പിലുണ്ട്. എത്രയും വേഗം കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോയാൽ തീർച്ചയായിട്ടും എനിക്ക് വരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് കഴിയും. ഇവിടെ അവന്റെ നോട്ടും ഭാവവും കണ്ട് ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യൻ അവനും 18 ശ്രദ്ധിക്കും. ഓ നോ, അവൾ എവിടെയുണ്ട്? അവൻ ഓൾറെഡി അവളെ കണ്ടു കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ അവൾ വീണ്ടും മുട്ടപ്പനോട് നീ എന്തിനാണ് ആ ഡിവൈസ് തകർത്തെന്ന് ചോദിക്കും. അതിന് മുട്ടപ്പൻ പറയും, എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നെ ഇല്ലാതാക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇപ്പൊ സിറ്റുവേഷൻ അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ സൂപ്പർ ഹീറോ മാൻ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, 18 ഒരു കാരണവശാലും നീ അവിടെ നിൽക്കാൻ പാടില്ല, ആ മോൺസ്റ്ററിന്റെ കണ്ണിൽ നീ പതിഞ്ഞു കഴിഞ്ഞു. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരും നമ്പർ 18നും 16നും എല്ലാവരും ഷോക്കാവുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അത് കണ്ട് സൂപ്പർ ഹീറോ പയ്യൻ അവൻ ആ മോൺസ്റ്ററിനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കുകയാണ്. അടികിട്ടി ഇപ്പൊ മോൺസ്റ്റർ ആണെങ്കിൽ മണ്ണിനടിയിലേക്ക് പോകും. അതിനുശേഷം അവൻ മണ്ണിനടിയിലൂടെ അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ വിളിച്ചു പറയും, അവൻ മണ്ണിനടിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി നോക്കി നിൽക്കരുത്, വേഗം പോവും. ഉടനെ 18 ആണെങ്കിൽ 16നോട് പറയും, വായു നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോവാം. അതിനവൻ പറയും, എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, നിന്നോടൊപ്പം ഞാൻ വന്ന സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട്, സോ എന്നെ നോക്കണ്ട, എത്രയും വേഗം നീ ഇവിടുന്ന് പോ. ഉടനെ അവളാണെങ്കിൽ ഓക്കെ പറഞ്ഞ് മുട്ടപ്പനോടൊപ്പം അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അവനാണെങ്കിൽ മണ്ണിനുള്ളിലൂടെ പുറത്തേക്ക് വരികയാണ്. അവന്റെ ശക്തിയിൽ മൊട്ടപ്പനും 18നും അവർ രണ്ടുപേരും ദൂരേക്ക് പോയി തെറിച്ചു വീഴും. ആ മോൺസ്റ്റർ സെല്ലാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് നടന്നടുക്കും. അത് കണ്ട ആ ഒരു സൂപ്പർ ഹീറോ പയ്യൻ അവൻ ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേസമയം വജീറ്റ അവൻ കറങ്ങി വന്ന് ഹീറോ പയ്യനെ അങ്ങനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. എന്റെ ലക്ഷ്യം അവന്റെ അൾട്ടിമേറ്റ് പവറിലേക്ക് പോയതിനു ശേഷം അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നതാണ്. സോ അവന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അതിനിടയിൽ നീ തലയിടാനായിട്ട് വരാൻ പാടില്ല എന്ന് അവനാണെങ്കിൽ തീർത്തു പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. ആ ഒരു മോൺസ്റ്റർ അവളുടെ തൊട്ടടുത്തേക്ക് വരും. 16 ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. അതിന് ആ മോൺസ്റ്റർ പറയും, നീ കണ്ടില്ലേ, വെജീറ്റ പോലും എന്നെ ട്രാൻസ്ഫർമേഷൻ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നീ ഓൾറെഡി പാതി ചത്തവനാണ്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ദയവ് ചെയ്ത് എനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കരുത്, എനിക്കിപ്പോ 18നെ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അബ്സോർബ് ചെയ്യാൻ തയ്യാറെടുക്കും. കട്ട് ചെയ്താ ഇവിടെ പിക്കലോ ആണെങ്കിൽ ടെററായിട്ട് ഇപ്പൊ വെജീറ്റയുടെ പേര് വിളിക്കും. ബുൽമയാണെങ്കിൽ അത് കേട്ട് പിക്കലോട് കാര്യം തിരക്കും, പക്ഷെ അവനതൊന്നും പറയില്ല. ഗോക്കു നീ എവിടെയാണ്? എത്രയും വേഗം ഭ്രാന്ത്, നീയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ മുട്ടപ്പനാണെങ്കിൽ ചാടി വന്ന് അവന്റെ മുഖത്ത് അറഞ്ചം പുറഞ്ചാട്ടിക്കും. അതിനാ മോൺസ്റ്റർ ആണെങ്കിൽ കൈ ചുരുട്ടി മുട്ടപ്പനെ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. ശേഷം 16 ആണെങ്കിൽ അവനെ നിർത്താതെ പഞ്ച് ചെയ്യും. പക്ഷെ അവൻ 16നെയും ഈസിയായിട്ട് തൂക്കിയെടുത്ത് എറിയാണ്. പിന്നീട് അവൻ ടെററായിട്ട് ഇപ്പൊ 18ന്റെ അടുത്തേക്ക് വരും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ
ഇപ്പൊ ചാടി എഴുന്നേറ്റ് വെജീറ്റയോട് പറയും, ഇതൊരിക്കലും ഞാൻ അനുവദിക്കില്ല, അതിന് നിങ്ങളെ നേരിടാൻ പോലും ഞാൻ തയ്യാറാണ്. വെജീറ്റ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും, നീ ഒരിക്കലും നിന്റെ അച്ഛനെ തല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ നിന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ തന്റെ പവർ ഉപയോഗിച്ച് വെജീറ്റയെ അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവിടെ നമ്മുടെ 18 ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ആളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ 18നെ അഞ്ഞടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. 16 ആണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ എഴുന്നേക്കാൻ പോലും കഴിയാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ക്ലോസ് എത്തുന്ന താമസം അടുത്ത നിമിഷം നമ്മുടെ സൂപ്പർ ഹീറോ ബോയ് അവൻ ആ മോൺസ്റ്ററിനെ ഇടിച്ചു മാറ്റുകയാണ്. ദൂരേക്ക് തെറിച്ചുപോയ ഗ്യാപ്പിൽ അവനാണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, ഇനി ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം നീ സേഫായ ഒരു സ്ഥലത്തേക്ക് പോകണം. അത് കേട്ട് അവളാണെങ്കിൽ 16ന്റെ അടുത്തേക്ക് പോകും. 16 ആണെങ്കിൽ അവളോട് പറയും, നീ എന്നെ നോക്കേണ്ട ആവശ്യമില്ല, നീ ആദ്യം നിന്നെ സേവ് ചെയ്യ്, എത്രയും വേഗം നീ ഇവിടുന്ന് കടന്നുപോ, നിന്റെ ജീവനാണ് ഇപ്പൊ അപകടത്തില്. പക്ഷെ അവളാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ പോവില്ല. ഉടനെ മുട്ടപ്പനും അവളെ സഹായിക്കാൻ അവിടേക്ക് കടന്നു വരികയാണ്. നീ ഇതുവരെ പോയില്ലേ? അതിന് മുട്ടപ്പനാണെങ്കിൽ കുഴപ്പമില്ല, ഞാനും അവളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് വെജീറ്റ അവനാണെങ്കിൽ സൂപ്പർ ഹീറോ ബോയുടെ കയ്യിൽ നിന്ന് പഞ്ച് കിട്ടി ദൂരേക്ക് വന്ന് വീണിരിക്കുകയാണ്. ഞാൻ കരുതിയതുപോലെയല്ല, അവനും നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ എനിങ്ങിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയ ഗൊഹാനെയും തൂക്കിയെടുത്ത് ഇപ്പൊ വീണ്ടും അവന്റെ ബെഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവനെ അവിടെ കിടത്തേണ്ട താമസം അവൻ ചാടി എഴുന്നേക്കും. ഓനോ, ഞാൻ കാരണം വീണ്ടും പപ്പയെ ട്രെയിനിങ് മുടങ്ങിയല്ലേ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഗോക്കു ആണെങ്കിൽ അവന്റെ തലയിൽ തട്ടും, നീ ഇപ്പൊ തന്നെ ഒരുപാട് ട്രെയിനിങ് എടുത്തു, സൂപ്പർ സൈൻ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇപ്പൊ നിനക്ക് ആവശ്യം റെസ്റ്റ് ആണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും സമയം കൊടുക്കാതെ വീണ്ടും ആ മോൺസ്റ്ററിനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയം മോൺസ്റ്റർ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കും. അതിനുശേഷം അവനാണെങ്കിൽ അവർക്ക് നേരെ വന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയും. അവനാണെങ്കിൽ ഇപ്പൊ 18ന്റെ അടുത്തേക്ക് നടന്നെടുക്കും. ആദ്യം തന്നെ മുട്ടപ്പനെ അവന്റെ പവർ ഉപയോഗിച്ച് അവൻ അട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം അവളുടെ ക്ലോസ് തന്നെ താമസം അവളാണെങ്കിൽ പാഞ്ഞു വന്ന് മോൺസ്റ്ററിനെ അച്ചരം പൊച്ചരം തല്ലുകയാണ്. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ വാലുപയോഗിച്ച് അവൾ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ പറന്നെത്തുമ്പോഴേക്കും അവൻ്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അവന്റെ പവർ അത് അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ വജീറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അല്പം കൂടെ സമയം എടുത്തോട്ടെ, അവന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ആകാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അവന്റെ പെർഫെക്റ്റ് ഫോമിൽ എത്തിയതിനു ശേഷം എനിക്ക് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറയും. ഇവിടെ അവന്റെ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആയി ഒരുപാട് പവർ അങ്ങനെ പുറത്തേക്ക് വന്ന് ആ ഒരു പ്രദേശം മുഴുവൻ കിടുങ്ങി വിറയ്ക്കും. ബുൽമയാണെങ്കിൽ ഭയപ്പെടും, സത്യത്തിൽ എന്താ സംഭവിക്കണേ, എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ പിരമിഡ് പോലും കിടുങ്ങി വിറയ്ക്കുന്നേ. അതിന് പിക്കലോ പറയും, അവന്റെ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ചെയ്തോ എന്ന് സംശയമുണ്ട്. കാരണം അവന്റെ പവർ അത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അവന്റെ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു മോൺസ്റ്ററായി തീർന്നു. അപ്പോഴാണെങ്കിൽ ഭയങ്കര കുറ്റബോധം, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ കറക്റ്റ് അവസരം കിട്ടിയപ്പോൾ അവളെ ഷട്ട് ഡൗൺ ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവനും ആ പവർ സെൻസ് ചെയ്ത് അവന്റെ എൽഡറിനോട് ആ കാര്യം പറയും. എൽഡർ പറയും, ഞങ്ങൾ എല്ലാവരും ആ പവർ സെൻസ് ചെയ്ത് കഴിഞ്ഞു, ഭൂമിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കള് ആപത്തിലാണ്, പക്ഷെ അവർക്ക് മാത്രമല്ല ആപത്ത്, അത് ഈ ലോകത്തിന് മുഴുവൻ ആപത്താണ്. വന്നിരിക്കുന്നവൻ അവൻ നിസ്സാരക്കാരനല്ലാന്ന് പറയും. ഇവിടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവൻ കംപ്ലീറ്റ് ചെയ്തു. അത് മനസ്സിലാക്കിയ പിക്കലോ ആണെങ്കിൽ ആ കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് പറയുകയാണ്. ബുൽമയാങ്കിൽ ടെൻസ്ഡ് ആവും, ഞാൻ മുട്ടപ്പന്റെ കയ്യിൽ ആ റിമോട്ട് കൊടുത്തതാണ്, അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലേ. ഒരു പിക്കലോ പറയും, അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല, അവൻ ആ റിമോട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. അത് കേട്ട് ബുൽമയ്ക്ക് കലിയളകുകയാണ്. ഇവിടെ ആ മോൺസ്റ്റർ അവന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇപ്പൊ നിസ്സാരമായിട്ട് സാധിച്ച് അവന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് എത്തിയതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.